ഋതുവിൻ്റെ ഫാൻസാരും എന്നെ അടിക്കാൻ വരരുത്. ഞാൻ കരയിപ്പിച്ചല്ല, അവള് മനഃപൂർവ്വം ഉണ്ടാക്കി കരയെന്ന് പറയില്ലേ, ആ ഒരു കരച്ചിലാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അവൾക്ക് നിർബന്ധം കൊണ്ട് കരയാണ് കേട്ടോ. ഇനി താഴ്ത്തി വെക്കാതെ ഇങ്ങനെ കൊണ്ടു കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ്. എനിക്കതിന് അടുക്കളയിൽ നിറയെ ജോലിയുണ്ട് കേട്ടോ. അങ്ങനെ അവളെ സമാധാനിപ്പിച്ച് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ചക്കയാട്ടോ. ഞാൻ കുറച്ചെടുത്ത് ഇങ്ങനെ ചെവിടും വാലൊക്കെ കണ്ടിച്ചതാണ്. അതിന് കുറച്ച് പിന്നെ അല്ലാത്തത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ അതിൻ്റെ ചക്കക്കുരു. ഇത് കുറച്ച് തോനെയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ കുറച്ച് തോനെയില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷെ വലിയ ചക്കക്കുരു. പക്ഷെ അത് ഇങ്ങനെയൊക്കെ കിളിക്കാനുള്ള ഒരു പരിവൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ മുട്ടൻ ചക്കക്കുരു എല്ലാം. ഇതും രണ്ടും കറി വെക്കാം. മോനും കാണിച്ചോ. പിടിച്ചോ. കണ്ടോ, ഇത്രയും ചക്കക്കുരു ഉണ്ട് കേട്ടോ. ഇത്രയും ചക്കക്കുരു ഉണ്ട് ഞങ്ങൾക്ക്. ഋതുവിന് ചെറിയൊരു ജലദോഷത്തിന്റെ ഒരു ആരംഭമാണ് തോന്നുന്നു. ചെറുതായിട്ടൊരു മൂക്കൊലിപ്പ് പോലെയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ആണോ, അവൾക്ക് നിർബന്ധമൊന്നും അറിയില്ല. പക്ഷെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല, ആൾ ആക്റ്റീവാണ്. പക്ഷെ രാവിലെ തൊട്ട് ഇങ്ങനെ നിർബന്ധ ബുദ്ധിയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവളെ ഉറക്കി കിടത്തിയതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുക്കളയിലോട്ട് പിന്നെ വന്ന് കയറിയത് കേട്ടോ. അങ്ങനെ ചക്കക്കുരു കുറച്ച് അരിഞ്ഞെടുത്തു, ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചക്ക അരിഞ്ഞതും കൂടെ അതിനകത്ത് ഇട്ട് കുറച്ച് വെള്ളം ഉപ്പും കൂടെ ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അരപ്പിന് വേണ്ടിയുള്ള സാധനങ്ങളായിരുന്നു അത്രയും. അതിൽ ഞാൻ ചേർത്തേക്കുന്ന തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നത്. തുണി കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ 2 വട്ടമായിട്ട് കഴുകിയിട്ട തുണികളാണ് ഇതായി കിടക്കുന്നത്. മഴ എപ്പോഴാണ് ഇങ്ങനെ വീഴുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഉണങ്ങി കിടക്കുന്ന തുണികൾ പറകിയില്ലെങ്കിൽ പിന്നെയും ഇങ്ങനെ ചാറ്റലാണെങ്കിലും വീണ് കഴിഞ്ഞാൽ പിന്നെ നല്ല സ്മെല്ലായിരിക്കും തുണികൾക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെ ഉണങ്ങിയത് ഇനി കൈയോടെ പറക്കി മാറ്റുകയാണ്. ഇല്ലെങ്കിൽ മൊത്തവും നനഞ്ഞു പോകും. നമ്മളെല്ലാം ഇങ്ങനെ നുള്ളി പറക്കി വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് എല്ലാം നനയും കേട്ടോ. അതുകൊണ്ട് ഋതുവിൻ്റെ ആണെങ്കിൽ കുഞ്ഞു തുണികളും കുറേ ഉണ്ട്. അവളുടെ തുണിയാണെങ്കിൽ ഞാൻ കയ്യിലാട്ടോ കഴുകുന്നത്. അപ്പോൾ പിന്നെ ഉണങ്ങാനും കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഈ മഴ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഉണക്കി, അതായത് ഒരുവിധം ഉണക്കി എടുത്തിട്ട് കൊണ്ടുവന്ന് വിരിക്കുക. അപ്പം ചെറിയൊരു ചൂടടിക്കുമ്പം തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അങ്ങനെ തുണി വിരിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമുക്കിടെ ചക്കയൊക്കെ വെന്തിരിപ്പുണ്ട്. ഇനി ഇത് വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇത് ഞാൻ ഋതുവിന് വേണ്ടി മേടിച്ച സാധനമാണ്, പക്ഷേ നമുക്ക് ഉപയോഗപ്പെടും കേട്ടോ. ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചാണ്, ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം കേട്ടോ. കാരണം അടിപൊളി സാധനമാണ്, ഭയങ്കര റേറ്റ് കുറവാണ്. എനിക്കത് 100 സംതിങ് 200 സംതിങ്ങിന് ഉള്ളിലേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കൂടെ ഉണ്ട്, 2 കോംബോ ആയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പും കൂടെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ഞാനത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കാരണം അരപ്പൊന്ന് വെന്ത് വരണമല്ലോ. അതും കൂടെ തിളച്ച് നല്ല അരപ്പൊക്കെ വെന്തിച്ചിരി കൂടെ ഒന്ന് കുറുകിയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കടു താളിച്ച് കടു താളിക്കുന്നതിനകത്തോട്ട് തന്നെ കുറച്ച് തേങ്ങ തിരികെ കൂടെ ചേർത്ത് കൊടുക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതും കൂടെ ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ എരിശോരിക്കകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ച് വെച്ചിരുന്ന കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കഴിക്കണം. എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാമോ, ഭയങ്കര ടേസ്റ്റും ഭയങ്കര അതിൻ്റെ ഒരു മണം കേൾക്കുമ്പോൾ തന്നെ വായിക്കൂടെ കപ്പലോടും കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അമ്മ വന്നപ്പോൾ കുറച്ച് തേങ്ങ വെള്ളമല്ലല്ലോ, കരിക്ക് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഋതുവിന് വേണ്ടി. അതിനകത്ത് കുറച്ച് ഞാൻ അടിച്ചു മാറ്റി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ വന്ന ഉടനെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചു. അമ്മ വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. ഇന്നത്തെ എരിശോരി കൂട്ടിയിട്ടായിരുന്നു ഞാൻ ഫുള്ള് കഴിച്ചത്. എന്തോ ഒരു ടേസ്റ്റ്, അടിപൊളിയാണ് കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ അമ്മ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുകയും തരികയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഋതുവിൻ്റെ അണ്ണാരക്കണ്ണനാട്ടോ ഇത്. ഋതുവിൻ്റെ അണ്ണാരക്കണ്ണനാ. കാണാതെ പോയിട്ട് ഇത് കാണുമ്പോൾ ഇനി എന്തൊരു സന്തോഷമായിരിക്കും. അയ്യോ ഇതൂട്ടാ എവിടെയായിരുന്നു ചോദിച്ചേ? നീ എവിടെ ആയിരുന്നല്ലോ എത്ര നാള്? ചോദിക്കണ്ട, നീ എന്നെ ഇട്ടിട്ട് പോയാലോ. നീ എവിടെ ആയിരുന്നു ചോദിരി കുഞ്ഞി? എവിടെ ആയിരുന്നല്ലോ എത്ര നാള്? ഇപ്പോൾ ലാസ്റ്റ് വീട്ടിൽ പോയിട്ട് വന്ന സമയത്ത് ഇത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ കല്ലേലി പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഇത് സാധനം എടുക്കാതെ ഞാനിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് അണ്ണാരക്കണ്ണനെ തപ്പക്കുമായിരുന്നു ഇവിടെ ഋതു. പിന്നെ അമ്മ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാണിക്കും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്യാത്തത് കൊണ്ട് ഈ സാധനം കൊണ്ടുവരാൻ ഇത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ അണ്ണാരക്കണ്ണനെ നോക്കി നടക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും സാധനം കൈ കിട്ടിയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ
ഋതുവിൻ്റെ തുണി ഇതാ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഞാൻ വാഷിംഗ് മെഷീനകത്ത് ഇടുന്ന സമയത്ത് ഈ തുണി ഡയറക്റ്റ് അങ്ങ് ഇടത്തില്ല കേട്ടോ. അവളുടെ തുണി മാത്രം എടുത്ത് ഇങ്ങനെ കിഴി കെട്ടും. അതായത് ഇങ്ങനെ കയ്യിലേക്ക് ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് കെട്ടിയിട്ട് അങ്ങനെ ഇടും കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഉണങ്ങി കിട്ടും. കാരണം നമ്മൾ കഴുകാൻ ഇടുന്നില്ലല്ലോ, അല്ലാതെ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അതിങ്ങനെ എടുക്കും, എന്നിട്ട് കൊണ്ടുവന്ന് വിരിച്ചിടും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഋതു ഇവിടെ സൈഡിൽ കൂടെ കുരുത്തക്കേട് തുടങ്ങിയിട്ടുണ്ട്. അമ്മ ഇവിടുന്ന് ചക്ക അരിയാട്ടോ വറുക്കാൻ വേണ്ടി. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ എനിക്കൊരു 8ൻ്റെ പണി, 8ൻ്റെ അല്ല ഒരു 16ൻ്റെ പണി എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. ആ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. എലിയാണെങ്കിൽ എവിടെ ചെന്നാലും എനിക്കൊരു മനസ്സമാധാനം തരത്തില്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പുറത്തെ വീട്ടിൽ നിന്നപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇവിടെ വന്നപ്പോഴും അതിന് ഒരു കുറവും ഇല്ല കേട്ടോ. എലിയാണെങ്കിൽ നശിപ്പിച്ച് നാനവിധാക്കി ഇട്ടേക്കാണ്ട് ഇതാ ഈ ഒരു സൈഡ് മൊത്തം വാഷിംഗ് മെഷീൻ വരെ ഞാൻ പിടിച്ച് ഇറക്കി താഴോട്ട് ഇറക്കി വെച്ചിട്ടാണ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ആകെ അപ്പിയിട്ട് നശിപ്പിച്ച് നാനവിധാക്കി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു മനസ്സമാധാനം കിട്ടത്തില്ല. അതായത് എനിക്ക് എത്ര കൈയൊക്കെ വാഷ് ചെയ്താലും കുളിച്ചാലും പിന്നെയും പേടിയായി. ഇനി ഋതുവിനെ പോയി എടുക്കുക, അവൾക്ക് ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പം അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, ഞാൻ എൻ്റെ കയ്യിൽ വീണ്ടും അണുക്കളൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ടെൻഷൻ എനിക്ക് ഭയങ്കരമാണ്. എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ വൃത്തിയാക്കിയാലും പിന്നെ അങ്ങ് ടെൻഷൻ ആയിക്കൊണ്ടേയിരിക്കും. 2-3 ദിവസത്തേക്ക് എൻ്റെ മനസ്സിനകത്ത് ഇത് തന്നെ കിടക്കും. ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ 4-5 വട്ടമൊക്കെ പോയി കൈ കഴുകും കേട്ടോ. ആരെങ്കിലും വിചാരിക്കും എനിക്ക് ഭ്രാന്താണെന്ന്. പക്ഷേ എനിക്ക് എന്തോ ഈ ഹൈജീൻ്റെ ഭാഗമായിട്ട് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളൊരു പേടിയാണ്. ഈ ഡെലിവറിക്ക് ശേഷമാണ് എനിക്ക് ഇത്രയും പ്രശ്നം കേട്ടോ. എനിക്ക് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനൊരു ഫീൽ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് തന്നെ ഞാൻ ക്ലീൻ ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അമ്മ ഉള്ളതുകൊണ്ട് മാത്രമാണ്. കാരണം അമ്മയുടെ കയ്യിൽ അവൾ എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളും. ആ സമയത്ത് എന്നെ അങ്ങനെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവൾ വിളിക്കാറൊന്നുമില്ല. ഇടയ്ക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ കുറേ സമയം എടുക്കും ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകാൻ. അന്നേരത്തേക്ക് അമ്മയുള്ളതുകൊണ്ട് അവൾ അമ്മയുടെ അടുത്തിരുന്ന് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും. എനിക്കെല്ലാം കഴിഞ്ഞിട്ട് വന്ന് കുളിച്ചിട്ട് വന്ന് അവൾ എടുത്താൽ മതിയല്ലോ, ആ ഒരു സമാധാനമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കാണിച്ച ടോപ്പ് ഞാൻ ഇപ്പം മേടിച്ച കേട്ടോ. നല്ല ടോപ്പാണ്. 200 രൂപയേ ഉള്ളൂ കേട്ടോ. സംഭവം പക്ഷേ അടിപൊളി നല്ല ടോപ്പാണ്. എൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അമ്മ ഇവിടെ ബീഫ് ഫ്രൈ ഉണ്ടാക്കുകയാണ്. അമ്മ ബീഫ് ഫ്രൈ അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ചൂടോടെ പറഞ്ഞ ടേസ്റ്റ് ഞാനും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഞാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്കല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ വലുതായിട്ട് അതിനകത്ത് കൈ വെച്ചിട്ടില്ല. ഇത് നാളെ നമ്മൾ ഒരിടം വരെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത്. അത് എവിടെയാണെന്നും എന്താണെന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആവാൻ പോകുന്നു. ഇവിടെ ആണെങ്കിൽ കുരിപ്പ് ഉറങ്ങാതിരുന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് ദിവസങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉറക്കം വരുന്നില്ലല്ല, ഉറങ്ങാൻ പറ്റത്തേയില്ല. ഇവളെപ്പോഴെങ്കിലുമൊക്കെ തോന്നുന്ന സമയത്താണ് ഉറങ്ങുന്നത്. ഇനി കൊണ്ടുപോയി ഉറക്കാൻ നോക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കുള്ള ടാറ്റ.